ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാന്റെ ഏത് ആക്രമണ ശ്രമങ്ങൾക്കും തക്ക മറുപടി നൽകുമെന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ ഡിജിഎംഒയുമായി ചർച്ച. ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലധികം ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും ഡിജിഎംഒ. സൈനിക കമാൻഡർമാരുമായി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്ത് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ പ്രതിരോധിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. കേരളത്തിൽ ദിനാഘോഷം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഗസയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി അവസാനത്തെ അമേരിക്കൻ ബന്ദിയായ ഏദാൻ അലക്സാണ്ടറെ മോചിപ്പിക്കുമെന്ന് ഹമാസ്. ചൈനയുമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ച് അമേരിക്ക. ജനീവയിൽ നടന്ന ചർച്ചയിൽ ധാരണ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തവർക്കും തക്കതായ ശിക്ഷ നടപ്പാക്കാനും ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കാനുമാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്ന് ഡിജിഎംഒ ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തും. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സൈനിക കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഡിജിഎംഒ വ്യക്തമാക്കി. We also decided to further speak on the 12th of May at 1200 hours to discuss the modalities that would enable the longevity of this understanding. പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നത് ഇന്ത്യൻ സൈന്യം തടഞ്ഞതായി വ്യോമസേന ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി. ബഹാവൽപൂരിലെയും മുറീദ്കയിലെയും കുപ്രസിദ്ധ തീവ്രവാദ പരിശീലന ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മെയ് 7-ന് വൈകുന്നേരം ജനവാസ മേഖലയും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് തന്നെ പറന്ന പാകിസ്ഥാൻ ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞതായും എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. Our fight was with the terrorists. We neutralized the terrorists that we selected to be neutralized, and thereafter we only maintained the air defense posture. However, we were relentlessly pounded by waves after waves, night after night, by his UCAVs, by his drones, and by his other unmanned aerial systems. And that left us with no choice but to retaliate, and yet our retaliation was calibrated, it was graduated, and it was proportionate. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രത തുടർന്ന് സൈന്യം. ആക്രമണ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്തു. വെടിനിർത്തൽ ലംഘനം നേരിടാൻ കരസേനാ കമാൻഡർമാർക്ക് പൂർണ്ണാധികാരം നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. വടക്കൻ അറബിക്കടലിൽ നിർണായക സ്ഥാനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന നാവികസേന ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ AN പ്രമോദ്. തുറമുഖങ്ങളും തീരമേഖലയും നാവികസേനയുടെ ശക്തമായ നിരീക്ഷണത്തിലാണെന്നും അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The forward deployment of the Indian Navy compelled Pakistani naval and air units to be in a defensive posture, mostly inside harbors or very close to the coast, which we monitored continuously. The Indian Navy maintained seamless maritime domain awareness throughout the duration and was entirely aware of the location and movement of Pakistani units. ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെയും സൈനിക ശക്തിയുടെയും പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് സംയോജിത പരിശോധനാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകൾ എല്ലാ കാലത്തും ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. അജ്ഞാതമായ സ്ഫോടക വസ്തുക്കൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്നും NDMA നിർദ്ദേശിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ തുടങ്ങിയവ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അറിയിച്ചു.
ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ വ്യോമാതിർത്തിയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമായി തുടരും. ചില വിമാനങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിച്ചേക്കുമെന്നും DIAL പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനും നിർദ്ദേശിച്ചു. ഇന്ന് ബുദ്ധപൂർണിമ. ഗൌതമ ബുദ്ധന്റെ ജനനത്തിന്റെയും ബോധ്ഗയയിൽ അദ്ദേഹം നിർവ്വാണം പ്രാപിച്ച ദിവസത്തിന്റെയും സ്മരണയ്ക്കാണ് വിശ്വാസികൾ ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നത്. ബുദ്ധപൂർണിമ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ലോകമെമ്പാടും നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, നഴ്സുമാരുടെ ക്ഷേമം ഉറപ്പാക്കി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താം എന്നതാണ് ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന നഴ്സസ് ദിനാഘോഷം മന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നഴ്സുമാർക്കുള്ള സംസ്ഥാനതല സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ സംസ്ഥാനതല പുരസ്കാരം ഇടുക്കി ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ അരുൺകുമാർ PM. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗത്തിലെ സംസ്ഥാനതല പുരസ്കാരം ഇടുക്കി വാളറ ദേവിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് G ജോൺ എന്നിവർക്കും ലഭിച്ചു. ഗസയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി അവസാനത്തെ അമേരിക്കൻ ബന്ദിയായ ഏദാൻ അലക്സാണ്ടറെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ കരാറിലെത്താനും ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്ന് ഹമാസ് പറഞ്ഞു. ഹമാസിന്റെ നീക്കം സംബന്ധിച്ച് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. ചൈനയുമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ച് അമേരിക്ക. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. ചൈനയുമായുള്ള ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്നും കരാറിന്റെ വിശദാംശങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു. തുർക്കിയിലെ ഇസ്താംബുളിൽ 15-ന് നേരിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. വെടിനിർത്തൽ കരാറിന് രൂപം നൽകാൻ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് രാഷ്ട്രതലവന്മാർ ശനിയാഴ്ച യുക്രൈനിൽ എത്തിയിരുന്നു. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിന് സമീപം ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 13 പേർ മരിച്ചു. 13-ലധികം പേർക്ക് പരിക്കേറ്റു. ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ 40-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ 97 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 342 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക 49-ാം ഓവറിൽ 245 റൺസിന് എല്ലാവരും പുറത്തായി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 27 സ്വർണവും 22 വെള്ളിയും ഉൾപ്പെടെ 74 മെഡലുകളുമായി മഹാരാഷ്ട്ര പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 14 സ്വർണവും 19 വെള്ളിയും ഉൾപ്പെടെ 39 മെഡലുകളുമായി കർണാടക രണ്ടാമതും 23 മെഡലുകളുമായി രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തുമാണ്. ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 2-ൽ 2 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി ഇന്ത്യ. ലോകകപ്പിന്റെ മൂന്നാം ഘട്ടം അടുത്ത മാസം 3 മുതൽ 8 വരെ അൻറാലിയയിൽ നടക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈജിപ്ത് വിദേശമന്ത്രി ബദർ അബ്ദലട്ടിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയിച്ചതായും എല്ലാവിധ ഭീകരതയോടും സഹിഷ്ണുതയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞതായും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള നാസ ISRO റഡാർ ഉപഗ്രഹങ്ങൾ അടുത്ത മാസം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇംഫാൽ കേന്ദ്ര കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ G20 രാജ്യങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാന്റെ ഏത് ആക്രമണ ശ്രമങ്ങൾക്കും തക്ക മറുപടി നൽകുമെന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ DGMOയുമായി ചർച്ച. ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലധികം ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും DGMO. സൈനിക കമാൻഡർമാരുമായി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്ത് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ പ്രതിരോധിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം.
കേരളത്തിൽ ദിനാഘോഷം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഗസയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി അവസാനത്തെ അമേരിക്കൻ ബന്ദിയായ എദാൻ അലക്സാണ്ടറെ മോചിപ്പിക്കുമെന്ന് ഹമാസ്. ചൈനയുമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ച് അമേരിക്ക. ജനീവയിൽ നടന്ന ചർച്ചയിൽ ധാരണ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:20.